നല്ല പഴുത്തിരിക്കുന്ന നേന്ത്രപ്പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ആവിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാനും പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര വേണം. ഞാനിവിടെ 1 കപ്പ് ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ശർക്കരയ്ക്ക് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ പഞ്ചസാര അധികം ചേർക്കുന്നില്ല, ശർക്കര തന്നെയാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും നല്ലതാണ് വൈകുന്നേരം ചായക്കൊക്കെ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ വെള്ള അവിൽ എടുത്തിട്ടില്ല, സാധാ അവിലായാലും കുഴപ്പമൊന്നുമില്ല. അത് 1/2 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ അവിലില്ലെങ്കിൽ തേങ്ങ മാത്രം വെച്ചിട്ടും ചെയ്യാം. അവിലും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ആ ഒരു തേങ്ങ വെന്ത് തേങ്ങാപ്പാലൊക്കെ ആ ശർക്കരയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇൻഗ്രീഡിയൻസ് ബാക്കി ചേർക്കാം. അപ്പോൾ നമ്മളിത് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി. ഒരുപാട് ഡ്രൈ ആക്കേണ്ട, കാരണം തണുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അടുത്തത് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം. ഞാനൊരു മീഡിയം സൈസുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ആവി വെച്ചിട്ട് വേവിച്ചെടുത്താണ്. നല്ല സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഒത്തിരി പഴുത്ത പഴമാണ് ഇതിന് കൂടുതൽ നല്ലത്. നല്ല മധുരം ഉണ്ടാവും, നല്ല രുചിയും ഉണ്ടാവും. ഫുള്ളായിട്ട് നമ്മളിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. തൊലി മാത്രം കളഞ്ഞാൽ പോരാ. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കറുത്ത സീഡ് ഉണ്ടല്ലോ അതെടുത്ത് കളയണം. അപ്പോഴാണ് കാണാനും കഴിക്കാനും നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഫോർക്ക് വെച്ചിട്ട് ഉടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചതിന് ശേഷം കൈ വെച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ നമ്മൾ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സ് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ പീസ് ഉണ്ട് കേട്ടോ, കട്ടകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയില്ലാതെ കിട്ടണം, അപ്പോഴാണ് നന്നായിട്ട് കിട്ടുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ മധുരം ഒന്ന് കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ചെറിയൊരു മധുരം എന്തായാലും പഴത്തിൻ്റെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത് പാലിലാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പശുവും പാലിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് പശുവും പാൽ ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കാൻ നോക്കുക. നമ്മൾ കുഴക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കുന്ന സമയത്ത് വേവിക്കുമ്പോൾ പൊട്ടി പോകുന്നില്ല, ക്രാക്കൊന്നും വരില്ല, നല്ല വല്ല നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒരു ബോൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കുഴച്ചതാണെങ്കിലും കൈ വെച്ചിട്ട് 2 കൈയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ട് ഇത് സോഫ്റ്റാക്കി കുഴച്ച് ഒന്ന് റോളാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ക്രാക്ക് വരാതെ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും. ഫില്ലിംഗ് ഒട്ടും തന്നെ പുറത്ത് പോവില്ല വേവിക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം കയ്യിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക.
അതിനുശേഷം നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഒരുപാട് വെക്കണ്ട, കാരണം ഒരുപാട് കൂടിപ്പോയാൽ നമുക്കിത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1.5 സ്പൂൺ അത്രയും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കവർ ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ ക്രാക്ക് വരാത്ത രീതിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക, ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ വേണമെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം, ഇല്ല സ്റ്റീമർ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ആവി വരുന്ന സമയത്ത് വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് അത്രയൊക്കെ വേണ്ടി വരുള്ളൂ. ഒരു 12 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ചൂടോടെ തന്നെ എടുക്കരുത്, അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ആ സ്റ്റീമറിൽ. അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി ഉറപ്പായിട്ട് ഇഷ്ടമാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.